നമസ്കാരം. ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ് 9 മലയാളം കേരള പാഠാവലി യൂണിറ്റ് വിടില്ല ഞാനീ രശ്മികളെ. അതിൽ ഉൾപ്പെടുന്ന പാഠം മധുരക്കിഴങ്ങിന്റെ രുചി. ഇതിലെ പഠന പ്രവർത്തനങ്ങളാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് രചയിതാവിനെ കുറിച്ച് ചെറുതായിട്ട് ഒന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഈ പാഠം എഴുതിയിരിക്കുന്നത് സന്തോഷ് ഏച്ചിക്കാനം ആണ്. മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തുക്കളിൽ പ്രമുഖനാണ് അദ്ദേഹം. സിനിമകൾക്കും സീരിയലുകൾക്കുമായി നിരവധി കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ചിലതിന്റെ പേര് ഞാനിവിടെ ചേർക്കുന്നു. ഒറ്റവാതിൽ, കൊമാല, നരനായും പറവയായും, കഥാപാത്രങ്ങളും പങ്കെടുത്തവരും, ഒരു ചിത്രകഥയിലെ നായാട്ടുകാർ, മംഗല്യം തന്തുനാൻ ദേന, ഒരു പിടി ഗോതമ്പ്, ബിരിയാണി. ഇനി നമുക്ക് അടുത്തതായിട്ട് പാഠത്തിലെ ചില പദങ്ങളും അവയുടെ അർത്ഥവും ഒന്ന് നോക്കാം. അത്യാഹിതം, ആപത്ത്. പരകോടി, അങ്ങേയറ്റത്തെ അവസ്ഥ. വെണ്ണീറ്, ചാരം. മംഗലം, വിവാഹം. യഥേഷ്ടം, ഇഷ്ടം പോലെ. അടുത്തതായിട്ട് നമുക്ക് പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ ഒന്ന് നോക്കാം. ഇതാ ഒന്നാമത്തെ ചോദ്യം. ചെറിയോനേട്ടൻ ചിരിച്ചു. ഒരു കൈക്കോട്ട് പൊന്തിക്കാൻ കഴിയാത്ത നീയോ? എനിക്ക് പൊന്തിക്കാൻ പറ്റും. അവൻ അവിടെ ഇരുന്ന കൈക്കോട്ടെടുത്ത് പൊക്കി കാണിച്ചു. ചെറിയോനേട്ടന് സങ്കടം വന്നു. ആ കണ്ടം നീ എടുത്തോടാ. നമ്മുടെ പാഠത്തിലെ ഒരു ഭാഗമാണിത്. ചോദ്യം ഇതാണ്: ചെറിയോനേട്ടൻ ഈ രചനയിലെ ശക്തമായൊരു സാന്നിധ്യമായി തീരുന്നതെങ്ങനെ? കഥാസന്ദർഭങ്ങൾ വിശകലനം ചെയ്യുക. ചെറിയോനേട്ടനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കഥാപാത്ര നിരൂപണം ചെയ്യേണ്ടത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. ചെറിയോനേട്ടൻ നാട്ടിലെ പ്രായം കൂടിയ കൃഷിക്കാരനും കന്നുകാലി ചികിത്സകനുമാണ്. നാടിനെ അത്ഭുതത്തിന്റെ പരകോടിയിൽ എത്തിച്ച സുജിത്തിന്റെയും സുനിതയുടെയും ആത്മവിശ്വാസത്തിന്റെ കഥ ചെറിയോനേട്ടനിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനാഥരായ ആ കുഞ്ഞുങ്ങളോട് അദ്ദേഹത്തിന് സ്നേഹവും സഹതാപവുമുണ്ട്. ഞങ്ങൾക്ക് തിന്നാനൊന്നൂല, നിങ്ങളെ കണ്ടത്തില് കുറച്ച് കേങ്ങ് നട്ടോട്ടെ എന്ന് സുജിത്ത് ചോദിക്കുമ്പോൾ തന്റെ വയലിന്റെ ഒരു ഭാഗം സന്തോഷത്തോടെ അദ്ദേഹം കുട്ടികൾക്ക് മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാനായി നൽകുന്നു. കൂടാതെ 2 പഴയ മൺകുടങ്ങളും നൽകുന്നു. വിശപ്പും അനാഥത്വവും മാത്രം കൈമുതലായി ഉണ്ടായിരുന്ന ആ കുഞ്ഞുങ്ങളുടെ കൃഷി ചെയ്യാനുള്ള നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അദ്ദേഹം സന്തോഷിക്കുന്നു. തനിക്ക് സഹായിക്കാനാവും വിധം പ്രവർത്തിക്കുന്നു. മനസ്സിൽ നന്മയും സ്നേഹവും നിറഞ്ഞ ഒരു മനസ്സിന്റെ ഉടമയാണ് ചെറിയോനേട്ടൻ. മറ്റു കർഷകർ മധുരക്കിഴങ്ങ് കൃഷി രോഗപീഠ കാരണം നിർത്തിവെച്ചപ്പോഴും സുജിത്തും സുനിതയും കുഞ്ഞു കുടങ്ങളിൽ വെള്ളം മുക്കിക്കൊണ്ടുവന്ന് ആ ചെടികൾ നനയ്ക്കുന്നു. ഒടുവിൽ പ്രകൃതി ആ കുഞ്ഞുങ്ങളുടെ കഠിനാധ്വാനത്തിനും ആത്മവിശ്വാസത്തിനും പ്രതിഫലമായി ചുവന്ന വലിയ മധുരക്കിഴങ്ങ് നൽകി അവരെ അനുഗ്രഹിച്ചപ്പോൾ ചെറിയോനേട്ടൻ ഏറെ സന്തോഷിക്കുന്നു. യഥാർത്ഥത്തിൽ സുജിത്തിനും സുനിതയ്ക്കും കൃഷി ചെയ്യാനും നേട്ടങ്ങൾ നേടാനും വഴിയൊരുക്കിയത് നല്ലവനായ ചെറിയോനേട്ടൻ എന്ന കൃഷിക്കാരനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? ഇതാ, ഒരു ഉറുമ്പ് അരിമണി കൊണ്ടുപോകും പോലെ പ്രയാസപ്പെട്ട് അവർ തോട്ടിൽ നിന്ന് കുടം അതിസാഹസികമായി മുക്കിയെടുക്കുന്നതും കിഴങ്ങുവള്ളികൾ നനയ്ക്കുന്നതും നാട്ടുകാർ അമ്പരപ്പോടെ നോക്കി. ഇതാണ് ഒരു വാക്യം.
മറ്റൊന്ന്, മധുരക്കിഴങ്ങ് ചാക്കുകൾക്കിടയിൽ രണ്ട് കുഞ്ഞു കിഴങ്ങുകളെ പോലെ സുജിത്തും സുനിതയും. ഇവിടെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്തരം പ്രയോഗങ്ങളാണ് ഈ അനുഭവക്കുറിപ്പിനെ ഭാവാത്മകമാക്കുന്നത്. പാഠഭാഗത്ത് നിന്ന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അതെ, കഥാഭാഗത്തുള്ള പ്രയോഗങ്ങൾ, പ്രത്യേക തരത്തിലുള്ള പ്രയോഗ വിശേഷങ്ങൾ നമ്മൾ കണ്ടെത്തണം, അതിന്റെ വിശകലനം നടത്തണം. നമുക്കൊന്ന് നോക്കാം. ഉറുമ്പ് അതിനേക്കാൾ വലിയ ആഹാര സാധനങ്ങൾ ചുമന്നുകൊണ്ടു പോകുന്നത് നാം സാധാരണ കാണാറുള്ള കാഴ്ചയാണ്. തനിക്ക് കിട്ടിയ ആഹാരം അപ്പോൾ തന്നെ ഭക്ഷിക്കാതെ കുടുംബാംഗങ്ങൾക്ക് കൂടി നൽകാനാണ് ഉറുമ്പ് ഇപ്രകാരം പ്രവർത്തിക്കുന്നത്. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളായ സുജിത്തും സുനിതയും അവരെക്കാൾ വലിയ കുടങ്ങളിൽ വെള്ളം ശേഖരിച്ച് മധുരക്കിഴങ്ങ് ചെടികൾ നനയ്ക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ കഠിനാധ്വാനവും അവർ ചെയ്യുന്ന ജോലിയിലുള്ള ആത്മവിശ്വാസവുമാണ് ഈ പ്രയോഗത്തിൽ പ്രതിഫലിക്കുന്നത്. ഇനി രണ്ടാമത്തെ വാക്യത്തിന്റെ ആശയം നമുക്കൊന്ന് നോക്കാം. ഇതാ, മധുരക്കിഴങ്ങ് ചാക്കുകൾക്കിടയിൽ രണ്ട് കുഞ്ഞു കിഴങ്ങുകളെ പോലെ എന്ന് പറയുന്നതിൽ അത്രയും വിളവ് ലഭിക്കാനായി അധ്വാനിച്ചത് രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളാണെന്നും നല്ല നിറവും മധുരവുമുള്ള മധുരക്കിഴങ്ങിനെ പോലെ ചന്തമുള്ള കുഞ്ഞുങ്ങളാണ് അവരെന്നും അർത്ഥമാക്കാം. നമുക്ക് കൂടുതൽ പ്രയോഗങ്ങൾ ഒന്ന് ചെയ്യാം. മരണത്തിന് മേൽ ജീവിതത്തിന്റെ വിളവെടുപ്പ് നടത്തിയ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ. വിശപ്പ് മാറാനായി തവരയില ഉപ്പിട്ട് വേവിച്ച് ഭക്ഷിച്ചിരുന്ന അനാഥരായ സുജിത്തും സുനിതയും. അവരുടെ മുന്നിൽ ജീവിതം ഇല്ലായിരുന്നു. അവർക്ക് ആഹാരം നൽകാൻ മാതാപിതാക്കളും ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങളാണെങ്കിലും അവർ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം പ്രകൃതി നല്ല വിളവായിട്ട് അവർക്ക് നൽകി. അടുത്തത്, കിഴങ്ങുവള്ളികൾ തളിർക്കുന്നതും പാമ്പിനെ പോലെ തടത്തിൽ നിന്നും അതിഴഞ്ഞു പോകുന്നതും അതിന്റെ വേരുകൾ വയലറ്റ് ബലൂൺ പോലെ വീർത്തു പാകമാകുന്നതും ഓർത്തപ്പോൾ സുജിത്തിന് കണ്ണിൽ വെള്ളം നിറഞ്ഞു. മധുരക്കിഴങ്ങ് ചെടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളാണ് നാം കൺമുന്നിൽ കാണുന്നത് പോലെ അവതരിപ്പിച്ചിരിക്കുന്നത്. വീർപ്പിച്ച വയലറ്റ് ബലൂൺ എന്ന് പറയുമ്പോൾ മധുരക്കിഴങ്ങിന്റെ രൂപം ഒരു വാഗ്മയ ചിത്രം, വാക്കുകൾ കൊണ്ടുള്ള ചിത്രം, അതുപോലെ നമ്മുടെ മനസ്സിൽ പതിയുന്നു. അടുത്ത പ്രയോഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതാ, കണ്ണെത്താത്ത ദൂരത്തോളം വയൽ മുഴുവൻ മരണത്തിന്റെ മഞ്ഞ നിറം വ്യാപിച്ചു. മധുരക്കിഴങ്ങ് ചെടികളിൽ ഉണ്ടായ രോഗത്തിന്റെ തീവ്രത ഇവിടെ വ്യക്തമാകുന്നു. ചെടികൾ മുഴുവൻ രോഗത്താൽ മഞ്ഞ നിറമായിരിക്കുന്നു എന്നതിലൂടെ ചെടികളുടെ നാശമാണ് മരണത്തിന്റെ മഞ്ഞ നിറം എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം, അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വളർന്ന ആ കിഴങ്ങുകളിൽ ഒരെണ്ണം കടിച്ച് ഒരു ജന്മം മുഴുവൻ മധുരിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നടന്നു. ഞാൻ എന്ന് പറയുന്നത് കഥാകാരൻ തന്നെയാണ്. ഈ അനുഭവക്കുറിപ്പിൽ മധുരക്കിഴങ്ങ് ഒരു പ്രധാന പ്രതീകമാകുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. നമുക്ക് ഉത്തരമൊന്ന് നോക്കാം. അനാഥരും കൊച്ചുകുട്ടികളുമായ സുജിത്തിന്റെയും സുനിതയുടെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഫലമാണ് നല്ല വിളവായി ലഭിച്ച മധുരക്കിഴങ്ങ്. വയലേലകളിൽ കൃഷി ചെയ്ത മധുരക്കിഴങ്ങ്, അവിടെ ഒരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്, സദയം ക്ഷമിക്കുക. കിഴക്ക് എന്നാണ്, കിഴങ്ങ് കേട്ടോ, എന്ന് വായിക്കണം. വയലേലകളിൽ കൃഷി ചെയ്ത മധുരക്കിഴങ്ങ് കൃഷി രോഗബാധയാൽ നശിച്ചപ്പോഴും ഈ കുട്ടികളുടെ കൃഷി നല്ല വിളവെടുപ്പിലാണ് അവസാനിച്ചത്.
ആ കുഞ്ഞുങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് അവിടെ ഉണ്ടായത്. ഏതു പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഠിനാധ്വാനവും ആത്മവിശ്വാസവും ഉപകരിക്കുമെന്നും കുട്ടികളുടെ മധുരക്കിഴങ്ങ് കൃഷിയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഏതൊരാൾക്കും ജീവിത വിജയം നേടാൻ സ്ഥിരോത്സാഹം നിറഞ്ഞ മനസ്സും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ സാധിക്കുമെന്നും മധുരക്കിഴങ്ങുകൾ നമ്മെ ബോധിപ്പിക്കുന്നു. എല്ലാവരും കൃഷി ഉപേക്ഷിച്ചു പോയപ്പോൾ ആ കുഞ്ഞുങ്ങൾ അവരുടെ വിശപ്പ് മാറുന്നത് മാത്രം ചിന്തിച്ച് ചെടികൾ നനച്ചു കൊടുക്കുന്നു. അതിന്റെ ഫലമെന്ന വണ്ണം ഭൂമിദേവി അവർക്ക് ധാരാളം മധുരക്കിഴങ്ങുകൾ നൽകി അനുഗ്രഹിക്കുന്നു. ഒരാൾ വെറുതെ തരുന്നതിന് ഒരു ഗുണവുമില്ല എന്നതും സ്വന്തം അധ്വാനത്തിലൂടെ നേടുന്നതിന് നല്ല മധുരമായിരിക്കുമെന്നും ഈ കഥ വ്യക്തമാക്കുന്നു. അതിനാൽ തീർച്ചയായും കുട്ടികൾ കൃഷി ചെയ്ത് വിളയിച്ച മധുരക്കിഴങ്ങ് മാധുര്യത്തിന്റെ പ്രതീകം തന്നെയാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? ഇതാണ് ചോദ്യം. ആ ദേഹം, രണ്ടു വാക്കുകൾ, അത് ചേർത്തെഴുതിയപ്പോൾ അദ്ദേഹം എന്നായിരിക്കുന്നു. രണ്ടാമത്തേത് വളരെ ഏറെ, ചേർത്തെഴുതിയപ്പോൾ അത് വളരെയേറെ എന്നായിരിക്കുന്നു. മൂന്നാമത്തേത് പകുത്ത് എടുത്തു. ഈ രണ്ട് പദങ്ങൾ ചേർത്തപ്പോൾ പകുത്തെടുത്തു. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. പദങ്ങൾ ചേർത്തെഴുതിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത്? ഇവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ ദേഹം ചേർത്തെഴുതിയപ്പോൾ ദ എന്ന അക്ഷരം ഇരട്ടിച്ചിരിക്കുന്നു, ഇദ്ദ എന്നായിരിക്കുന്നു. രണ്ട് പദങ്ങൾ ചേർന്നപ്പോൾ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരം ഇരട്ടിച്ചിരിക്കുകയാണ് അല്ലെ? രണ്ടാമത്തേതിൽ ചേർത്തെഴുതിയപ്പോൾ ഇതാ യ എന്ന പുതിയ അക്ഷരം വന്നു ചേർന്നിരിക്കുന്നു. മൂന്നാമത്തേതിൽ ചേർത്തെഴുതിയപ്പോൾ പകുത്ത് എന്നതിലെ ഒരു സംവൃതോകാരം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന മാറ്റം. ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. പദച്ചേർച്ചകളുടെ കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി വിശകലനം ചെയ്യുക. നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലേ? ഇതാ, മലയാള ഭാഷയിൽ പ്രധാനമായിട്ടും 4 സന്ധികളാണ് ഉള്ളത്. നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുണ്ടായിരിക്കും, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. ഏതൊക്കെയാണത്? ലോപസന്ധി, ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി. ആദ്യത്തേത്, 2 പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. ഇവിടെ ദ്വിത്വസന്ധിയാണ് ആദ്യം പറയുന്നത് കേട്ടോ. നമ്മൾ ആ ദേഹം ചേർത്തെഴുതിയപ്പോൾ അദ്ദേഹം, അതായത് ദ ഇരട്ടിച്ചത് കണ്ടല്ലോ. അങ്ങനെ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരം ഇരട്ടിക്കുന്നതാണ് ദ്വിത്വസന്ധി. കൂടുതൽ ഉദാഹരണം നോക്കൂ. പാറ കെട്ട്, പാറക്കെട്ട്. ഇവിടെ ഏതാണ് ഇരട്ടിച്ചിരിക്കുന്നത്? ക. കുറ്റി ചെടി, ചേർത്തെഴുതിയപ്പോൾ കുറ്റിച്ചെടി. അവിടെ ഇരട്ടിപ്പ് വന്നിരിക്കുന്നത് ച എന്ന അക്ഷരത്തിനാണ്. മധുര കിഴങ്ങ്, ചേർത്തെഴുതുമ്പോൾ മധുരക്കിഴങ്ങ്. ഇരട്ടിപ്പ് വന്നിരിക്കുന്നത് ക എന്ന അക്ഷരത്തിന്. പച്ച കറി, ചേർത്തെഴുതിയപ്പോൾ പച്ചക്കറി. അവിടെയും രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരമായ ക ഇരട്ടിച്ചിരിക്കുന്നു. കൈ കോട്ട്, ചേർത്തെഴുതുമ്പോൾ കൈക്കോട്ട്. ക എന്ന അക്ഷരം ഇരട്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ദ്വിത്വസന്ധി എന്താണെന്ന് മനസ്സിലായല്ലോ. വളരെ എളുപ്പവുമാണ്. ഇത് പാഠത്തിൽ ഇനിയും ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് കണ്ടെത്തി ചെയ്തു നോക്കൂ. ഇനി നമുക്ക് അടുത്ത സന്ധിയിലേക്ക് പോകാം. അത് ആഗമസന്ധിയാണ്. ആഗമം എന്നാൽ വരുക എന്നാണ് അർത്ഥം. അതായത് 2 പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതുതായിട്ട് ഒരു അക്ഷരം അല്ലെങ്കിൽ ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. ഉദാഹരണം, നോക്കി അപ്പോൾ, ചേർത്തെഴുതുമ്പോൾ നോക്കിയപ്പോൾ. അവിടെ ഏതാണ് ആഗമിച്ചിരിക്കുന്നത്? യ എന്ന അക്ഷരം അല്ലേ? മ്ലാനത ഒന്നു, മ്ലാനതയൊന്നു. നുള്ളി എടുത്തു, നുള്ളിയെടുത്തു. കൃഷി ഇറക്കുക, കൃഷി ഇറക്കുക. അമ്മ ഉടെ, അമ്മയുടെ.
ഇവിടെ എല്ലാം തന്നെ നമ്മൾ ചേർത്തെഴുതിയപ്പോൾ പുതിയതായിട്ട് വന്നു ചേർന്നിരിക്കുന്ന അക്ഷരം യ എന്നതാണ്. സാധാരണ ആഗമസന്ധിയിൽ യ അല്ലെങ്കിൽ വ, തിരു പ്ലസ് ഓണം, തിരുവോണം എന്നെഴുതുമ്പോൾ വ ആഗമിച്ചു വരുന്നു. അപ്പോൾ ഈ രണ്ട് അക്ഷരങ്ങളാണ് ആഗമിക്കാറുള്ളത്. ആഗമസന്ധി മനസ്സിലായല്ലോ. ഇതിന്റെയും ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് വേറെയുണ്ട്, കണ്ടെത്താൻ ശ്രമിക്കുക. അടുത്തത് നമുക്ക് ലോപസന്ധി ഒന്ന് നോക്കാം. രണ്ട് പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇല്ലാതെയാകുന്നത് ലോപസന്ധി. ലോപിക്കുക എന്ന് വെച്ചാൽ കുറയുക എന്നർത്ഥം. ഉദാഹരണം നോക്കാം. ബസ് ഇറങ്ങി, ബസ് ഇറങ്ങി. ഇവിടെ ഏതാണ് ലോപിച്ചിരിക്കുന്നത്? ആദ്യത്തെ പദത്തിന്റെ അവസാനമുള്ള സംവൃതോകാരം, നമ്മൾ ചന്ദ്രകല എന്നൊക്കെ പറയുന്നത്. ഒന്നിച്ച് ഇരുന്ന്, ഒന്നിച്ചിരുന്ന്. വിശപ്പിന് അപ്പുറം, വിശപ്പിനപ്പുറം. വലിച്ച് എറിഞ്ഞു, വലിച്ചെറിഞ്ഞു. നിനക്ക് ഒരു, നിനക്കൊരു. ഇവിടെ എല്ലാം തന്നെ ലോപിച്ചിരിക്കുന്നത് ഏതാണ്? സംവൃതോകാരം. ഇനി നമുക്ക് മറ്റ് ചോദ്യങ്ങൾ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഒന്ന് നോക്കാം. മരണത്തിന്റെ ആഘാതത്തിൽപ്പെട്ട് കണ്ണീര് പോലും പുറത്തു വരാത്ത വണ്ണം ആ കുട്ടികൾ മരവിച്ചുപോയി. ഇവിടെ അർത്ഥമാക്കുന്നത് എന്ത്? മാതാപിതാക്കളുടെ മരണത്തെ തുടർന്ന് അമ്മൂമ്മ ചോയ്ച്ചിയുടെ സംരക്ഷണത്തിൽ സുജിത്തും സുനിതയും വളർന്നു വരവേ അവരുടെ ഏക ആശ്രയമായ അമ്മൂമ്മയും മരണമടയുന്നു. പൂർണ്ണമായും അനാഥരായ കുട്ടികൾക്ക് ആ മരണം താങ്ങാനായില്ല. കരയാൻ പോലും കഴിയാതെ അവരുടെ ദുഃഖം മരവിച്ചുപോയി എന്ന് പറയുന്നതിലൂടെ അവരുടെ ദുഃഖത്തിന്റെ തീവ്രത എത്ര വലുതാണെന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം ഒരു വൺ വേർഡ് ചോദ്യമാണ്. അവൻ അനുജത്തിയെ തോട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലിരുത്തി കുളിപ്പിച്ചു, തലമുടി തോർത്തിക്കൊടുത്തു. സുജിത്തിന്റെ ഇത്തരം പ്രവൃത്തിയിലൂടെ വ്യക്തമാകുന്നത് എന്താണ്? അനുജത്തിയോടുള്ള സ്നേഹവാത്സല്യം. അടുത്തത്, ഇടിവെട്ടിയപ്പോൾ അവൻ പേടിച്ചില്ല, സന്തോഷിച്ചു. സുജിത്ത് സന്തോഷിക്കാനുള്ള കാരണം എന്ത്? ഉത്തരം, ഇടിവെട്ടിയാൽ കൂണുകൾ മുളയ്ക്കും. പിറ്റേന്ന് പ്രഭാതത്തിൽ അതെല്ലാം നുള്ളിയെടുത്ത് പുഴുങ്ങിക്കഴിക്കാമല്ലോ എന്നോർത്തിട്ടാണ് അവൻ സന്തോഷിച്ചത്. അടുത്തത്, നാട്ടുകാർ അമ്പരപ്പോടെ നോക്കി നിന്ന കാഴ്ച എന്ത്? ചെറിയോനേട്ടൻ കൃഷി ചെയ്യാനായി നൽകിയ വയലിൽ സുജിത്തും സുനിതയും പകലന്തിയോളം പണി ചെയ്തു. വയൽ മധുരക്കിഴങ്ങ് നടാൻ പാകത്തിൽ ഒരുക്കിയെടുത്തു. മറ്റുള്ളവർ ഉപേക്ഷിച്ച കിഴങ്ങുവള്ളികൾ മുറിച്ച് ചാലുകീറി നട്ടു. ചെറിയോനേട്ടൻ നൽകിയ ചെറിയ മൺകുടങ്ങളിൽ തോട്ടിൽ നിന്ന് വെള്ളം നിറച്ച് കിഴങ്ങുവള്ളികൾ നനച്ചു. കുട്ടികളുടെ ഈ പ്രവൃത്തികളാണ് നാട്ടുകാർ അമ്പരപ്പോടെ നോക്കിയത്. അടുത്ത ചോദ്യം, വായിക്കാം അല്ലെ? പ്രതിസന്ധികൾ മറികടന്ന് സമൂഹത്തിനു മുന്നിൽ പുതിയ മാതൃക സൃഷ്ടിച്ച ധാരാളം വ്യക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ടല്ലോ. ജീവിത വിജയം നേടിയ അത്തരം വ്യക്തികളെ പരിചയപ്പെടുത്തുന്നതിനായി അവരുടെ വിജയഗാഥകൾ സമാഹരിച്ച് പതിപ്പ് തയ്യാറാക്കുക. ഒരു പ്രത്യേകതരം ചോദ്യമാണ്. പ്രതിസന്ധികളെ മറികടന്ന് മാതൃക സൃഷ്ടിച്ച മഹത് വ്യക്തികളെ കുറിച്ച് നമ്മളൊരു പതിപ്പ് തയ്യാറാക്കണം. ഞാനിവിടെ ഏതാനും ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് അറിയാവുന്ന മഹത് വ്യക്തികളും ഉണ്ടാകുമല്ലോ. നിങ്ങൾക്ക് അവരുടേതായ കാര്യങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് നോക്കാം അല്ലെ? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു 1863 നവംബർ 2 ജനിച്ചത്. തിരുവനന്തപുരത്താണ് കേട്ടോ ജനിച്ചത്, ജനനസ്ഥലം. ജാതി വ്യവസ്ഥ കേരളത്തിൽ നിലനിന്നിരുന്ന കാലത്ത് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് പഠിക്കാനോ ഉദ്യോഗങ്ങളിൽ പ്രവേശിക്കാനോ അർഹതയുണ്ടായിരുന്നില്ല. പഠിക്കാൻ സമർത്ഥനായ പത്മനാഭൻ പൽപ്പു ജാതിയുടെ വേലിക്കെട്ടുകളും
അതിലുപരി ദാരിദ്ര്യവും അനുഭവിച്ച് പഠിച്ച് മുന്നേറി ഒരു ഡോക്ടർ ആകണമെന്ന ആഗ്രഹം പൂർത്തീകരിച്ചു. ക്ലാസ് മുറികളിൽ അവർണ്ണനായതിനാൽ ഏറ്റവും പുറകിലായി മുറിയുടെ മൂലയിൽ ഇരുന്നു പഠിച്ചു. പലപ്പോഴും പട്ടിണിയോടെ ഇരിക്കുന്ന അദ്ദേഹത്തിന് അധ്യാപകനായ ഫെർണാണ്ടസ് സായിപ്പ് ഭക്ഷണം നൽകിയിരുന്നു. തുടർ പഠനത്തിന് പണമില്ലാതെ വിഷമിച്ച അദ്ദേഹം കുട്ടികൾക്ക് ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്തു. അങ്ങനെ പഠിച്ചും പഠിപ്പിച്ചും വിദ്യാഭ്യാസ നേട്ടങ്ങൾ കൈവരിച്ച പൽപ്പുവിന് ജാതി വിലങ്ങുതടിയായി മാറുന്നു. തിരുവിതാംകൂർ സർക്കാർ നടത്തിയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 4ാമനായി എത്തിയെങ്കിലും ജാതിയിൽ താഴ്ന്നവനായതിനാൽ പ്രവേശനം നൽകിയില്ല. ഉറച്ച മനസ്സിന്റെ ഉടമയായ അദ്ദേഹം മദ്രാസ് മെഡിക്കൽ കോളേജിൽ ചേർന്ന് ഡോക്ടറായി. ജാതി വ്യവസ്ഥ കേരളത്തിൽ അദ്ദേഹത്തിന് ജോലി നൽകിയില്ല. തുടർന്ന് മൈസൂരിൽ സേവനം തുടങ്ങിയ അദ്ദേഹം ഗോവസൂരി, പ്ലേഗ് തുടങ്ങിയ രോഗങ്ങളുടെ നിവാരണത്തിനായി കഠിനമായി പ്രവർത്തിക്കുകയും വിജയക്കൊടി പാറിക്കുകയും ചെയ്തു. മൈസൂർ സർക്കാർ അദ്ദേഹത്തെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ട്, പാരീസ്, ജർമ്മനി, ജനീവ, റോം എന്നിവിടങ്ങളിലേക്ക് അയക്കുകയുണ്ടായി. ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത ഡോക്ടർ പൽപ്പു ലോകമറിയുന്ന ഒരു ഡോക്ടർ ആവുകയും വിദേശത്ത് ജോലിക്കുള്ള സാധ്യതകൾ ഉണ്ടായിട്ടും അതെല്ലാം വേണ്ടെന്നു വെച്ച് തന്റെ നാട്ടിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയാണ് പിൽക്കാലത്ത് ചെയ്തത്. നോക്കൂ, അദ്ദേഹം എത്രമാത്രം പ്രതിസന്ധികളെയാണ് നേരിട്ടത്. എന്നിട്ടും തോൽക്കാതെ അദ്ദേഹം ഏറ്റവും ഉന്നത സ്ഥാനത്തു തന്നെ എത്തുകയാണ് ചെയ്തത്. നമുക്ക് അടുത്തത് സുധാചന്ദ്രൻ. കേട്ടിട്ടുണ്ടോ സുധാചന്ദ്രൻ? നമുക്കൊന്ന് നോക്കാം. മലയാളികളായ KD ചന്ദ്രന്റെയും തങ്കത്തിന്റെയും മകളായി 1965 മുംബൈയിലാണ് ജനിച്ചത്. 7ാം വയസ്സിൽ നൃത്തത്തിൽ അരങ്ങേറ്റം കുറിച്ച സുധ നിരവധി വേദികളിൽ നൃത്തം അവതരിപ്പിച്ചു. 1981 16ാമത്തെ വയസ്സിൽ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ ക്ഷേത്രത്തിൽ പോയി വരുമ്പോൾ ഉണ്ടായ ഒരു ബസ് അപകടമാണ് സുധാചന്ദ്രന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അപകടത്തെ തുടർന്ന് വലതുകാൽ മുറിച്ചു കളയേണ്ടി വന്നു. തുടർന്ന് കൃത്രിമ കാലുകളുമായി നടക്കാൻ പഠിച്ചു. കാല് നഷ്ടപ്പെട്ടതുകൊണ്ട് നൃത്തം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല. കൃത്രിമ കാലിൽ കഠിനമായി വേദന സഹിച്ച് നൃത്തം അഭ്യസിക്കാൻ തുടങ്ങി. വലതുകാൽ നഷ്ടപ്പെട്ടപ്പോൾ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാതെ ആത്മധൈര്യത്തോടെയും സ്ഥിരോത്സാഹത്തോടെയും പരിശ്രമിച്ച അവർ ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിലും നിരവധി വേദികളിൽ പിൽക്കാലത്ത് നൃത്തം അവതരിപ്പിച്ചു. കഴിഞ്ഞില്ല, ഇതാ. തുടർന്ന് അനേകം സിനിമകളിലും അഭിനയിച്ചു. ആദ്യം അഭിനയിച്ച മയൂരി എന്ന സിനിമ സുധാചന്ദ്രന്റെ ജീവിത കഥയായിരുന്നു. വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത മയൂരി പ്രദർശന വിജയം നേടിയ ചലച്ചിത്രമായി ആയിരുന്നു. കൂടാതെ ഈ സിനിമയിലെ അഭിനയത്തിന് 1986 ദേശീയ അവാർഡ് കമ്മിറ്റിയുടെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം സുധാചന്ദ്രന് ലഭിക്കുകയുണ്ടായി. പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകും. അത് തരണം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഉയരങ്ങളിലെത്താൻ സാധിക്കും എന്നാണ് സുധാചന്ദ്രന്റെ ജീവിതം തെളിയിക്കുന്നത്. അടുത്തത് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സില്. ചാർലി ചാപ്ലിൻ 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയായിരുന്നു ചാപ്ലിൻ. ഉള്ളിലുള്ള വിഷമങ്ങളെ പുറത്തു കാട്ടാതെ സദാ പുഞ്ചിരിക്കുന്ന ഒരു കോമാളിയുടെ വേഷമായിരുന്നു ചാപ്ലിൻ കൂടുതലും അവതരിപ്പിച്ചിട്ടുള്ളത്. ചാപ്ലിന്റെ ബാല്യകാലം ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു. പിതാവിന്റെ മദ്യാസക്തി, അമ്മയുടെ അസുഖം, പട്ടിണി എന്നിങ്ങനെ ബാല്യകാലത്തെ ദുരിതങ്ങൾ ചലച്ചിത്രങ്ങളിലൂടെ ചിരിയിൽ പൊതിഞ്ഞ് പിൽക്കാലത്ത് അദ്ദേഹം അവതരിപ്പിച്ചു.
അമ്മയുടെ അസുഖം മൂലം 5-ാമത്തെ വയസ്സിൽ ജീവിക്കാൻ വേണ്ടി വേദിയിൽ അഭിനയിച്ച് തുടക്കം കുറിച്ച വ്യക്തിയാണ് ചാപ്ലിൻ. ഞാൻ മഴയത്തു നടക്കാൻ ഇഷ്ടപ്പെടുന്നു, കാരണം അപ്പോൾ എന്റെ കണ്ണുനീർ ആരും കാണുകയില്ലല്ലോ എന്നു പറഞ്ഞ ചാപ്ലിൻ ലോകം കണ്ട വലിയ നടനായും സമ്പന്നനായും മാറിയത് അദ്ദേഹത്തിന് പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്ന ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും ഉള്ളതുകൊണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടിയുണ്ട് ചാപ്ലിനെ കുറിച്ച്, അതുകൂടി ഒന്ന് നോക്കാം അല്ലെ. 1972 സമഗ്ര, അവിടെ അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്, ക്ഷമിക്കുക, സമഗ്ര എന്നാണ് കേട്ടോ. സമഗ്ര സംഭാവനയ്ക്കുള്ള ആദരമായി ഓസ്കർ ബഹുമതി നേടിയ അദ്ദേഹത്തിന് ലഭിച്ച കരഘോഷം ചരിത്രമാണ്. കാരണം ഓസ്കാർ വേദിയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും നീണ്ട കരഘോഷമായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്റെ ഇടത്തോടെ പ്രതിസന്ധികളെ നേരിടാൻ കഴിയുന്നവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ജീവിത വിജയം. ഈ വിലപ്പെട്ട വാക്കുകൾ എപ്പോഴും നമ്മൾ ഓർക്കുക, അതനുസരിച്ച് ജീവിക്കുക, എന്നാൽ ജീവിത വിജയം ഉറപ്പായിരിക്കും. ഇനി നമുക്ക് സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ച് ഒന്ന് നോക്കാം. ആരാണ് സ്റ്റീഫൻ ഹോക്കിൻസ്? നിങ്ങൾക്കറിയാമായിരിക്കും. മാരകരോഗം പിടിപെട്ടിട്ടും തളർന്ന ശരീരവും തളരാത്ത മനസ്സുമായി ജീവിച്ച വിഖ്യാത ഭൗതിക ശാസ്ത്രജ്ഞനും പ്രപഞ്ച ഗവേഷകനുമാണ് സ്റ്റീഫൻ ഹോക്കിൻസ്. UK-യിലെ ഓക്സ്ഫഡിൽ 1942 സ്റ്റീഫൻ ഹോക്കിൻസ് ജനിച്ചത്. അദ്ദേഹത്തിന് 21 വയസ്സാകുന്നതിന് തൊട്ടു പിന്നാലെ ചികിത്സയും മരുന്നുകളും ഇല്ലാത്ത മാരകമായ ഒരു രോഗം പിടിപെടുന്നു. ജീവൻ അവസാനിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ മരണഭയമാണ് എല്ലാവർക്കും ഉണ്ടാവുക, അല്ലെ? പക്ഷേ ഹോക്കിൻസ് ചിന്തിച്ചത് മരണത്തെയല്ല, ശേഷിക്കുന്ന കാലം എന്തു ചെയ്യാം എന്നാണ്. ആ ചിന്തയുടെ ഫലമാണ് ലോകമെമ്പാടുമുള്ള ശാസ്ത്ര കുതുകികൾ വായിക്കുന്ന എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം പോലുള്ള ഗ്രന്ഥങ്ങളുടെ പിറവിക്ക് കാരണമായത്. കേംബ്രിഡ്ജിലെ ഗവേഷണ കാലത്ത് മഹാസ്ഫോടന സിദ്ധാന്തത്തെക്കുറിച്ചും തമോ ഗർത്തങ്ങളെക്കുറിച്ചും അദ്ദേഹം കണ്ടെത്തിയ അറിവുകൾ അതുല്യമായിരുന്നു. തനിക്ക് എന്തു കുറവാണെന്ന് പറഞ്ഞോ അതിനെ സ്നേഹിക്കുകയും അതിന് പിന്നിലെ നിഗൂഢതകൾ അനാവരണം ചെയ്യുകയുമായിരുന്നു അദ്ദേഹം തന്റെ ജീവിതം കൊണ്ട് നേടിയത്. അദ്ദേഹത്തിന്റെ മനോധൈര്യത്താൽ അദ്ദേഹം തന്റെ കഠിനമായ ശാരീരിക വൈകല്യങ്ങൾക്കെതിരെ അസാധാരണമായ വിജയങ്ങൾ കൈവരിച്ചു. ഇനി 2 വർഷം കൂടിയേ ജീവിതമുള്ളൂ എന്ന് 26-ാം വയസ്സിൽ കേൾക്കേണ്ടി വന്ന ഹോക്കിൻസ് പിന്നെയും 55 വർഷം ജീവിച്ചു. അത്ഭുതം തന്നെ അല്ലേ? അദ്ദേഹം 76-ാം വയസ്സിലാണ് മരിക്കുന്നത്. ഹോക്കിങ്ങിന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ വഴിമാറുകയല്ലാതെ മരണത്തിന് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഒരാളുടെയും കൂടി പഠിച്ചിട്ട് നിർത്താം അല്ലേ. ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ. മഹാരാഷ്ട്രയിൽ 1891 അദ്ദേഹം ജനിച്ചത്. ജാതിയിൽ താഴ്ന്നവനായതിനാൽ ധാരാളം അവഗണനകൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ക്ലാസ് മുറിയുടെ ഒരു മൂലയിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചാക്ക് വിരിച്ചാണ് അദ്ദേഹം ഇരുന്നിരുന്നത്. ബെഞ്ചിലൊന്നും ഇരിക്കാൻ പറ്റില്ല, മൂലയിൽ ഒരു ചാക്ക് വിരിച്ചിട്ട്. വൈകിട്ട് പോകുമ്പോൾ ആ ചാക്ക് തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകണം. വെള്ളം കുടിക്കുന്ന പൈപ്പിൽ തൊടാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള അനേകം ബുദ്ധിമുട്ടുകൾക്കിടയിലും സമർത്ഥമായി പഠിച്ച് ഉന്നത വിജയങ്ങൾ അദ്ദേഹം നേടി. ദാരിദ്ര്യവും യാതനകളും അദ്ദേഹത്തെ വേട്ടയാടുമ്പോഴും പഠനം തുടരാനും ഭാഗ്യവശാൽ ബറോഡ രാജാവിന്റെ സഹായത്താൽ അമേരിക്കയിൽ പോയി പഠിക്കാനും സാധിച്ചു. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും അദ്ദേഹത്തെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ നിയമമന്ത്രിയായും നമ്മുടെ ഭരണഘടനയുടെ ശില്പിയും
ആക്കി മാറ്റി. ഇത്രയും ആണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇനി ഇതുപോലെ അനേകം ആളുകളുണ്ട് പ്രതിസന്ധികളെയും കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും നേരിട്ട് ഉന്നതങ്ങളിലെത്തിയവർ. നിങ്ങൾക്ക് നിങ്ങളുടേതായ അറിവുകളിൽ നിന്നും അത്തരം വ്യക്തികളെ കണ്ടെത്തി ഈ പതിപ്പിൽ ചേർക്കാവുന്നതാണ്. നമ്മുടെ പാഠവുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.